ഹലോ, എന്താ പരിപാടി? എല്ലാവരും എന്തെടുക്കുക? സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നില്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇത് ഇന്നലത്തെ വൈകിട്ടത്തെ ഒരു വീഡിയോ ആണ്. വൈകിട്ടൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. വൈകിട്ട് 5-ാം തീയതി എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഞങ്ങളുടെ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അതിന് പോകണം. പിന്നെ ഇടയ്ക്ക് പണി നടക്കുന്നിടത്തൊന്ന് പോകണം. അപ്പോൾ അങ്ങനെ പോവുകയാണ്. മക്കളും ഇതാ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് വയലാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ മക്കളവിടെ ഇറങ്ങി നിന്ന് കളിക്കുകയെടുക്കുകയും ചെയ്യും. അപ്പോൾ വഴി വന്നപ്പോൾ അവന്മാർ എന്നെ ഇറക്കിയിട്ട് വണ്ടി കയറി പോകുന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൗണ്ട് അടിക്കുക. പിന്നീട് ഞങ്ങളവിടെ നിന്ന് തിരിച്ചതാ പോവുകയാണ്. ഞങ്ങളോരോ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുക. എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും കമൻറ്റ് അയക്കണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും. എനിക്ക് തോന്നിയൊന്നും സംസാരിക്കാനൊന്നും അറിയില്ല. എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ അറിയൂ. എന്ത് ചെയ്യാനാ, നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ആളല്ലേ. പിന്നീട് ഏട്ടന് ജോലി നടക്കുന്നിടത്തൊന്ന് വരണമായിരുന്നു. അവിടെ വന്നു. പണിക്കാരുടെ അടുത്തൊക്കെ ഒന്ന് വരണമായിരുന്നു. എന്തോ നോക്കാനായിട്ടായിരുന്നു വീട്ടിൽ. അവിടെ വന്നിട്ട് താണ്ടേ അവിടുന്ന് ഞാൻ കുറേ വീഡിയോ ഒക്കെ പിടിച്ചു. മാങ്ങ, ഒരുപാട് മാങ്ങ നിൽക്കുന്നു. പിന്നീട് തുണിക്കടയിൽ വന്നു. ചുരിദാർ എടുക്കാനാണ് നോക്കുവാണ്. പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ല. നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല ടോപ്പുകളൊക്കെ കിടക്കുന്നു. പക്ഷേ എനിക്ക് കറക്റ്റ് അളവ് കിട്ടുന്നില്ല. എനിക്ക് കുറച്ച് വണ്ണമുള്ള ആളാണ്. അപ്പോൾ കറക്റ്റ് അളവ് കിട്ടാത്തതുകൊണ്ട് അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് വീടിൻ്റെ അടുത്തുള്ളൊരു കടയാണിത്. അവിടുന്ന് കിട്ടാഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പിന്നെ കോഴിക്കോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഏട്ടനും പറഞ്ഞു, എന്നാൽ വാ, ഇനി ഇഷ്ടപ്പെടാതെ എടുക്കണ്ട, പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവുക. കളിയാക്കും എന്നെ, നിനക്ക് എവിടെന്നെങ്കിലും സെറ്റാകുന്നു. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെറ്റാവാൻ ഭയങ്കര പാടാണ്. ഓണത്തിന് തന്നെ എത്ര കടയിൽ ഇറങ്ങിയെന്നറിയാം എനിക്കൊരു വീഡിയോ ഡ്രസ്സ് എടുക്കാൻ. നമുക്കവിടെ മനസ്സിന് ഇഷ്ടപ്പെടണം. പിന്നീട് കോഴിക്കോട് എത്തി. അവിടെ ഒരു കടയിൽ കയറി. അവിടെ നിന്ന് റെഡിയായില്ല. അവിടെ നിന്നും കിട്ടിയില്ല. അളവ് കിട്ടില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഏട്ടൻ മുട്ടായിത്തെരുവിൽ പോകാമെന്ന്. അപ്പോൾ അവിടെ പോയി ഫൈനലി ഈ സാധനം കിട്ടിയൊരു കടയിൽ കയറിയപ്പോൾ അയ്യോ സമാധാനമായി. പിന്നെ ഏട്ടൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ എനിക്ക് മേടിച്ച് തന്ന്. അതൊക്കെ ആയിട്ട് തിരിച്ച് റിട്ടേൺ ഞങ്ങൾ പോവുകയാണ്. എന്നെ കളിയാക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ 5-ാം തീയതി ഇട്ടിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്. ഓക്കെ. പിന്നീട് ഞങ്ങളിത് മുന്നോട്ടോട്ടൊന്ന് പറഞ്ഞു. കാരണം നമ്മുടെ പുതിയ മൈജി ഇപ്പോൾ നാളെ ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പുതിയ മൈജി. പിന്നെ ഒരു വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുക. ഇപ്പോൾ സമയം എത്രയായി? 10:45 ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന സമയത്ത്. 10:45 വീഡിയോ പിടിക്കുന്ന ടൈം. ആ സമയത്താണ് ഞങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞ് വന്നിട്ടൊരു കടയിൽ കയറി. ആദ്യമേ ഒരു കുപ്പി വെള്ളം മേടിച്ച് വെള്ളം കുടിച്ചു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറേ വെള്ളം കുടിച്ച്, അതായത് ജ്യൂസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു. നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഓരോ വർത്താനമൊക്കെ പറഞ്ഞു നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് കയറിയപ്പോൾ സമാധാനമായി. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി കിടന്നുറങ്ങാനായിട്ടുള്ള പ്ലാനാണ് ഇനി.